നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നിർത്തേണ്ട പല സാഹചര്യങ്ങളുണ്ട്. ആ പല സാഹചര്യങ്ങളും വാഹനത്തിന്റെ സ്പീഡുകൾ കുറവുള്ളതുണ്ടാകാം, നോർമൽ സ്പീഡ് ഉള്ളതുണ്ടാകാം, സ്പീഡ് കൂടുതലും ഉണ്ടാകാം. അപ്പൊ പെട്ടെന്നൊരു വാഹനം നിർത്തേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ സ്ലോയിൽ പോകുന്ന സമയത്തും സ്പീഡിൽ പോകുന്ന സമയത്തും നോർമലിൽ പോകുന്ന സമയത്തും നമുക്ക് ഒരേ രീതിയിലല്ല ഒരു വാഹനം നിർത്തേണ്ടത്. അപ്പൊ ഇത് കൃത്യമായിട്ട് പലർക്കും അറിയില്ല. ആദ്യം ക്ലച്ച് ആണോ ചവിട്ടേണ്ടത്, ബ്രേക്ക് ആണോ ചവിട്ടേണ്ടത് പലർക്കും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ. അതുകൊണ്ട് നിങ്ങൾ അറിയാത്തവർ മാത്രം, അറിയാവുന്നവർ കാണണമെന്നില്ല, അറിയാത്തവരാണെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റയും തുടങ്ങേണ്ടത്, നിങ്ങൾ അതുവഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുക. തനിയെ വാഹനം ഓടിക്കുവാൻ അതിയായ ആഗ്രഹമാണ്, പക്ഷെ പേടിയാണ്. അങ്ങനെയുള്ളവരാണ് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾ എത്തി കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞിരുന്നത്. ഈ പലർക്കും വീഡിയോ കാണുന്നവർക്ക് തോന്നാം ആ ട്രിക്കും ടിപ്സ് എന്താ വീഡിയോ ഇങ്ങനെ പറഞ്ഞാൽ പോരെ, ഞങ്ങൾക്ക് വണ്ടി ഓടിക്കില്ലേ എന്ന്. കാരണം പലർക്കും പല പല മിസ്റ്റേക്കുകളാണ്. കാരണം പനി പലതരത്തിൽ വരാം. അപ്പം പലതരത്തിൽ അത് പനി മാറണമെങ്കിലും പല തരത്തിൽ, കാരണം ചിലർക്ക് ഗുളിക കഴിച്ചാൽ മാറും, ചിലർക്ക് ആവി പിടിച്ചാൽ മാറും, ചിലർക്ക് നടന്നാൽ മാറും, ചിലർക്ക് വ്യായാമം ചെയ്താൽ മാറും എന്നൊക്കെ പറഞ്ഞതുപോലെ അത് ഓരോരുത്തരുടെ മിസ്റ്റേക്കിനനുസരിച്ച് പറഞ്ഞു തന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് വാഹനം ഓടിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ ട്രിക്കും ടിപ്സും വീഡിയോയിൽ പറയാത്തത്. ഞാൻ ഉറപ്പ് തരുന്ന ഗ്യാരണ്ടി തരുന്ന നിങ്ങൾ ഈ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കുക. എന്റെ ജില്ല ഏതാണ് കരുതേണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട്. പറ്റും എന്നെ വിളിച്ച് ഇപ്പോഴും ചോദിക്കാറുണ്ട്, എന്റെ ജില്ലയിൽ എന്റെ ജില്ല. നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ്. പിന്നെ ഇന്ത്യയിൽ തന്നെ പല ദേശങ്ങളിലായിട്ട് മലയാളീസ് ഒരുപാട് താമസിക്കുന്നുണ്ട്. പലരും വിളിച്ചു ചോദിക്കാറുണ്ട്, ഞാൻ 1-2 ക്ലാസ്സുകൾ ഞങ്ങൾ സെറ്റാക്കി തരാം, വരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് ഞാൻ പോകാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഉള്ളവരാണ്, ബാംഗ്ലൂർ ആണെങ്കിലോ ഇപ്പൊ ബോംബെയിലാണെങ്കിലോ എവിടെയാണെങ്കിലും 3-4 ക്ലാസ് ഒന്നിച്ച് കിട്ടിയാൽ അടുത്തുള്ള നിങ്ങൾ തന്നെ സെറ്റാക്കി തന്ന് ഞാൻ അവിടെ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമെന്നല്ല, അങ്ങനെ വന്നാലും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം, എന്റെ ജില്ല ഏതാണ് കരുതേണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നത്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് നമുക്കൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നോർമൽ സ്പീഡിൽ ഒരു വാഹനം പെട്ടെന്ന് നിർത്തേണ്ടതുണ്ട്. സ്ലോയിൽ പോകുന്ന സമയത്തും അതുപോലെ തന്നെ സ്പീഡിൽ പോകുന്ന സമയത്ത് നമുക്ക് നിർത്തേണ്ടതായിട്ടുണ്ട്. അപ്പം പലർക്കും അറിയത്തില്ല, കാരണം ഇവര് പല രീതിയിലും ചെയ്യുന്നത് കൊണ്ട് വാഹനം ഓഫായി പോകുന്നത് കൊണ്ട്, പിന്നെ അത് ഓഫ് ആകാതിരിക്കുന്നത് എന്താണെന്ന് പലർക്കും അത് മനസ്സിലാകുന്നില്ല. എങ്ങനെ ചെയ്തിട്ടാണ് അത് ഓഫ് ആയിരുന്നതെന്നും എന്ത് ചെയ്തിട്ടാണ് അത് ഓഫായി പോകുന്നതെന്നും പലർക്കും അറിയത്തില്ല. അപ്പം നിങ്ങളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴാണ് ആദ്യം ക്ലച്ച് ചവിട്ടേണ്ടത്, എപ്പോഴാണ് ബ്രേക്ക് ചവിട്ടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ബ്രേക്ക് ചവിട്ടുന്നതിനൊക്കെ മുമ്പ് ക്ലച്ച് ചവിട്ടുന്നതിനെ പറ്റി ഞാൻ പറയാം. നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലുമാണ് ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ, 1ാമത്തെ ഗിയറിലും 2ാമത്തെ ഗിയറിലും ഒരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്, ആ സമയത്ത് ഞാനിപ്പോ ഇത് കാണിച്ചു തരുന്നില്ല, പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. എങ്ങനെ മനസ്സിലാകുമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വാഹനത്തിൽ കയറി ഞാൻ ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇത് കണ്ടോ അത് കണ്ടോ അങ്ങനെ കണ്ടോ ഇങ്ങനെ കണ്ടോ എന്നൊക്കെ കാണിച്ചിട്ടപ്പം നിങ്ങൾക്ക് അത് മനസ്സിലായി വരണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇതിലെ സംഭവങ്ങളെല്ലാം നിങ്ങളുടെ വാഹനത്തിൽ ഉണ്ട്. കാരണം എന്റെ വണ്ടിയിലും ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ, സ്റ്റിയറിംഗ്, ഗിയർ ഉണ്ട്, നിങ്ങളുടെ വാഹനത്തിലും ഉണ്ട്. അപ്പൊ എന്തിലൊക്കെയാണ് നിങ്ങളുടെ കൈകളും കാര്യങ്ങളും ചെല്ലേണ്ടത് എന്നതിനെ പറ്റിയാണ് എന്റെ ഈ ഒരു ജോ ഡ്രൈവിംഗ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഡ്രൈവിംഗ് സംബന്ധമായ എല്ലാ വീഡിയോസും. അത് നിങ്ങളുടെ കൈ കൊണ്ടും കാലം കൊണ്ടും ചെയ്താലേ നിങ്ങൾക്കൊരു വാഹനം ഓടിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ അത് കണ്ടോ ഇത് കണ്ടോ അങ്ങനെ കണ്ടോ ഇങ്ങനെ കണ്ടോ എന്നൊക്കെ, എനിക്ക് വേണേ വണ്ടി ഓടിക്കാൻ അറിയാവുന്നതുകൊണ്ട് എനിക്ക് പല ദേശത്തൂടെയും പല തിരക്കുകളിലൂടെയും എനിക്ക് വാഹനം ഓടിച്ച് എനിക്ക് കാണിക്കാൻ അറിയാൻ വേണ്ടതുണ്ടല്ലോ. പക്ഷെങ്കിൽ നിങ്ങൾക്ക് അത് അതുപോലെ ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിർത്തി ഇങ്ങനെ നിങ്ങളുടെ മുഖത്തേക്ക് തന്നെ നോക്കി കാര്യങ്ങൾ പറയുന്നത്. എന്റെ വണ്ടിയിലെ സാധനങ്ങളെല്ലാം നിങ്ങളുടെ വണ്ടി ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്കൊരു വാഹനം ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലുമാണ് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ലച്ച് ചവിട്ടുക എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും പോകുന്ന സമയത്ത് ആദ്യമേ ക്ലച്ച് ചവിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വാഹനത്തിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന സ്പീഡ്, ബാക്കി സ്പീഡേ ഉള്ളൂ. ആ നടക്കുന്ന സ്പീഡാകുമ്പോൾ നമ്മൾ മുൻഗണനയ്ക്ക് വേണ്ടി, അതായത് വാഹനം ഓഫ് ആകാതെ മുൻ കരുതലിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലച്ച് ചവിട്ടി കൊടുക്കുന്നത്. നമ്മൾ ആ സ്ലോയിൽ പോകുന്ന സമയത്ത് നമ്മൾ ഒരു വാഹനം നമുക്ക് അറിയാം നിർത്തണമെങ്കിൽ ബ്രേക്ക് വേണം. പക്ഷെ ആ ഒരു സ്ലോയിൽ പോകുന്ന സമയത്ത് നമ്മൾ പിന്നെയും ബ്രേക്കിന് ഉപയോഗിച്ചാൽ പിന്നെ വാഹനം എന്ത് സംഭവിക്കും, ഓഫായി പോകും. അപ്പോൾ ഒരു വാഹനം സ്ലോയിൽ നിൽക്കുന്ന വണ്ടിയെ നിയന്ത്രിക്കുന്നത് ക്ലച്ചാണ്.
പിന്നെ നിർത്താൻ വേണ്ടി മാത്രമേ നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ സ്ലോയിലാണ് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയർ നടക്കുന്ന ഒരു സ്പീഡേ ഉള്ളൂ. ആ സമയത്ത് നമുക്കൊരു വാഹനം നിർത്തണമെങ്കിൽ ആദ്യമേ ക്ലച്ച് ചവിട്ടുന്നു, നേരെയാക്കുന്നു, ബ്രേക്ക് ചവിട്ടുന്നു, നിർത്തുന്നു എന്ന് പറഞ്ഞതുപോലെയല്ല നമ്മൾ തേർഡ് ഗിയർ മുതൽ വാഹനത്തിന് സ്പീഡുണ്ട്. ആ വാഹനത്തിന് സ്പീഡുള്ള വാഹനത്തെ നമ്മൾ നിർത്തുമ്പോൾ നമ്മൾ ആ വാക്കിംഗ് സ്പീഡ് നടക്കുന്ന സ്പീഡ് വരെ നമ്മൾ ബ്രേക്ക് ഒന്ന് സ്ലോ ചെയ്യുക. ബ്രേക്ക് സ്ലോ ചെയ്ത് പിന്നെ നിങ്ങൾ ബ്രേക്കിൽ തന്നെ വെച്ചോണ്ടിരിക്കുന്നത് സ്ലോ ആയി ബ്രേക്ക് സ്ലോ ആക്കി ബ്രേക്ക് നിങ്ങൾ കാലയക്കുക, ക്ലച്ച് ചവിട്ടി കൊടുത്ത് നേരെയാക്കണം വണ്ടി. നമ്മൾ പലരും എന്താ ചെയ്യുന്നത്, ഈ വീഡിയോ കാണുന്നവർ പലരും എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്ലച്ചും ബ്രേക്കും ഒരുപോലെ ചവിട്ടി അങ്ങ് നിർത്തും. അതുകൊണ്ടാണ് വണ്ടി നേരെയാകാത്തത്. പിന്നെ ചവിട്ടി നിർത്തുമ്പോൾ എന്ത് ചെയ്യും, ആദ്യമേ പെട്ടെന്ന് നമുക്ക് ബ്രേക്കിലേക്ക് കാല് ചെല്ലും. പലരുടെ കാലുകൾ പെട്ടെന്ന് ക്ലച്ചിലേക്ക് ചെല്ലത്തില്ല, വണ്ടി എന്ത് ചെയ്യും, ഓഫായി പോകും. ഈ ഓഫായി പോകാനുള്ള കാരണം അത് തന്നെയാണ്. നമ്മൾ ബ്രേക്കിനെ ആശ്രയിക്കുന്നതിന് മുമ്പ് നമ്മൾ ക്ലച്ചിനെ വേണം എന്ത് ചെയ്യാൻ ആശ്രയിക്കുക ഒരു വണ്ടി നിർത്തണമെങ്കിൽ. എന്നാൽ മാത്രമേ വണ്ടി ഓഫ് ആകാതെ നിർത്താൻ കഴിയത്തുള്ളൂ. പറഞ്ഞതിന്റെ സാരം, നമ്മൾ സ്പീഡിൽ പോകുന്ന ഒരു വാഹനം നിർത്തുമ്പോൾ ബ്രേക്കിൽ സ്ലോ ചെയ്യുന്നു, നേരെയാക്കുന്നു, ക്ലച്ച് ചവിട്ടിക്കൊണ്ട് തന്നെ വേണേ. അല്ലാതെ നിങ്ങൾ ബ്രേക്കിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ നേരെയാക്കാൻ നിൽക്കരുത്. ആ നേരെയാക്കാൻ ചിലപ്പോൾ പ്രതലം മാറി നിൽക്കുന്നതായതുകൊണ്ട് ചിലപ്പോൾ ചെറിയൊരു സ്ലോപ്പ് ആയിരിക്കും. നമ്മളെ ബ്രേക്കിൽ നിന്ന് മാറി വേണ്ടി ചിലപ്പോൾ വണ്ടി മേളിലോട്ട് കയറുന്ന സമയത്ത് ചിലപ്പോൾ ഓഫായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ വണ്ടിയെ ബ്രേക്കിൽ ആദ്യം സ്ലോ ചെയ്തു, ക്ലച്ച് ചവിട്ടുന്നു, നേരെയാക്കുന്നു, ബ്രേക്ക് വെക്കുന്നു. പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കി. അതായത് ഒരു വാഹനം സ്ലോയിൽ പോകുന്നതാണ് ഫസ്റ്റിലും സെക്കൻഡിലും ആണെങ്കിൽ ആദ്യമേ ക്ലച്ച് ചവിട്ടുന്നു, നേരെയാക്കുന്നു, ബ്രേക്ക് ചവിട്ടി നിർത്തുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സ്പീഡിൽ പോകുന്ന ഒരു വാഹനം നിർത്തുമ്പോൾ ബ്രേക്കിൽ സ്ലോ ചെയ്യുന്നു, ക്ലച്ച് ചവിട്ടുന്നു, നേരെയാക്കുന്നു, ബ്രേക്ക് വെക്കുന്നു. ഇങ്ങനെ വേണം എന്ത് ചെയ്യാൻ ഒരു വാഹനം നിർത്താൻ വേണ്ടി. കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി മനസ്സിലായി. എന്തെങ്കിലും സംശയങ്ങളുടെ കാര്യങ്ങളുണ്ട് ഇന്ന ഒരു വീഡിയോ ഒന്ന് ചെയ്യാവുന്ന കമന്റ് ബോക്സ് എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ട് ജോ ഡ്രൈവിംഗ് എന്ന യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വന്ന് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ചോദിച്ചാൽ നിങ്ങൾ നാണം ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയും എന്തൊരു യൂസ്ഫുൾ ആയെന്നുള്ളതും നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുൻപോട്ട് ഇന്നപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡ്രൈവിംഗ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി എനിക്കൊരു പ്രചോദനം തരും. അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾ എന്തും അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് അത്ര യൂസ്ഫുൾ ആയെന്നുള്ളതും അത് കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തണം. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.